സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് ഒ പി ബഹിഷ്കരിച്ചതോടെ വലഞ്ഞ രോഗികൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒ പിയിൽ നീണ്ട നിരയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഒ പി ബഹിഷ്കരിക്കുന്നത്. കാഷ്വാലിറ്റി, ലേബർ റൂം, ICU തുടങ്ങി അടിയന്തര ചികിത്സകൾ മുടക്കമില്ല നടക്കും. ഞങ്ങൾ താനൂരിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ സമരാണെന്നുള്ള അറിയണത്. എന്താ പറയാന്നറിയില്ല. ഓഫീസ് ഷീറ്റ് ഇപ്പൊ അവര് തരുവേ, ഏത് ഡോക്ടറെ കാട്ടാന്ന് അറിയില്ല. ഞങ്ങളൊക്കെ കാലത്ത് പോകുന്ന ഇവിടെ വന്ന പിന്നെ അറിഞ്ഞേ, വാട്സപ്പിലൊന്നും കണ്ടുമില്ല. എന്താവും അറിയില്ല. ഡോക്ടർ ഇല്ലെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് ഒന്നും അറിയില്ല. അത്രയും കഷ്ടപ്പെട്ട് വന്നിട്ടേ ഡോക്ടർ ഇല്ലാത്ത പ്രയാസം. ഞങ്ങൾ മലപ്പുറത്ത് നിന്നാണ് രാവിലെ പോകുന്നതാണ്. നേരത്തെ ഒന്നും അറിഞ്ഞില്ലായിരുന്നല്ലേ സമരം? അറിഞ്ഞിട്ടില്ലായിരുന്നു. കുറെ സമയം കഴിഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടി ഡോക്ടർ ഉണ്ടാവുക അറിയില്ല. നോക്കട്ടെ പോയി ബുദ്ധിമുട്ടിലാണ്. ബെസ്റ്റ് കൊമ്മേരിന്ന് വരുന്നത്, ഇതറിയില്ലായിരുന്നു. YS അഭിനന്ദ് വിവരങ്ങൾ ചേരുന്നു. അഭിനന്ദ്, എല്ലാ ഒ പി ബഹിഷ്കരണത്തിലും സംഭവിക്കുന്നതാണ്. ദൂര ദേശങ്ങളിൽ നിന്നും ഈ ബഹിഷ്കരണത്തെ പറ്റി അറിയാതെ പാവങ്ങൾ അത്രയും ദൂരം സഞ്ചരിച്ച് അവിടെ എത്തും. അവരുടെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടാകും എത്തുക. എന്നിട്ട് അവരൊന്ന് ക്യൂവിൽ നിൽക്കും, വലയും. അത് തന്നെ തനിയാവർത്തനം സംഭവിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലും. ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. അഭിനന്ദ്, കാശ്മീർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KGMCയിലെ സീനിയർ ഡോക്ടർമാർ ഇത്തരത്തിലേക്ക് സമരത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ KGMCയുടെ പ്രതിഷേധം കോഴിക്കോട് മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുന്നിൽ തുടരുകയാണ്. രാവിലെ മുതൽ തന്നെ രോഗികളെല്ലാം വലയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അവർ ഇവിടെ എത്തിയപ്പോഴാണ് ഇത്തരത്തിലേക്ക് പ്രതിഷേധമാണെന്ന് അറിഞ്ഞത്. പിന്നീട് ഇപ്പോൾ ജൂനിയർ ഡോക്ടർമാരുടെ സേവനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നത്. അത്യാഹിത വിഭാഗം, ഒപ്പം തന്നെ കാഷ്വാലിറ്റി, ICU, ശസ്ത്രക്രിയ വിഭാഗം തുടങ്ങി അടിയന്തര സേവനങ്ങൾ മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. എന്തായാലും KGMCയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള റോസ്നാല ബീഗം കൂടി ഇപ്പോൾ 24-നോടൊപ്പം ചേരുകയാണ്. വലിയ പ്രതിഷേധത്തിലേക്കാണ് പോകുന്നത്. വലിയ പ്രതിഷേധം. ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ ഒന്നും തന്നെ സർക്കാർ പോസിറ്റീവായിട്ട് ഇതുവരെ കൺസിഡർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ ശക്തമായി തന്നെ ഞങ്ങളുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. റിലേ OP ബഹിഷ്കരണമാണ്. പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഇത് തുടരും. റിലേ OP ബഹിഷ്കരണം, തിയറി ക്ലാസ്സസ് നിർത്തിവെക്കുക, ചട്ടപ്പടി സമരം, മീറ്റിങ്ങുകളുടെ ബഹിഷ്കരണം, എല്ലാ ഒഫീഷ്യൽ മീറ്റിംഗ്, DME ആവട്ടെ പ്രിൻസിപ്പൽ ലെവൽ ആവട്ടെ എല്ലാ ഒഫീഷ്യൽ മീറ്റിങ്ങുകളും നിർത്തിവെക്കുക. ഇതാണിപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്. കാശ്മീർ കഴിഞ്ഞ ദിവസമാണ് KGMCയുടെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടന്നത്. അവർ ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഡോക്ടർമാരെ പ്രധാനപ്പെട്ട വിഭാഗങ്ങളിലൊക്കെ തന്നെ ചുമതലപ്പെടുത്തുക, ഒപ്പം തന്നെ അവരുടെ ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കുടിശ്ശിക ഉറപ്പുവരുത്തുക, സ്ഥിരമായിട്ടുള്ള നിയമനം ഊർജിതപ്പെടുത്തുക എന്നീ 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലേക്ക് ഡോക്ടർമാർ പ്രതിഷേധത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് KGMC പ്രതിഷേധത്തിലേക്ക് പോകുന്നതെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലേക്ക് നിരത്തിലിറങ്ങി പ്രതിഷേധം തുടരാനാണ് തീരുമാനം. ഡോക്ടർമാരുടെ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കരുതെന്നല്ല, അവരുടെ ആവശ്യം ഉന്നയിക്ക് ശക്തമായി ഉന്നയിക്കണം. പക്ഷേ അവരുടെ പ്രശ്നം മറ്റ് തൊഴിൽ മേഖല പോലെയല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതാണത്. ഡോക്ടർമാർ പണിമുടക്കുമ്പോൾ വലയുന്നത് പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രി ഡോക്ടർമാരാണെങ്കിൽ വലയുന്നത് സാധാരണക്കാർ രോഗികളാണ്. അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഡോക്ടർമാരുടെ പണിമുടക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.